ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ 43ാമത് എഡിഷനിൽ വെച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൃശൂർ സ്വദേശിയായ മുഹമ്മദ് അനീഫ് തളിക്കുളത്തിന്റെ തട്ടാരക്കുന്നിനപ്പുറത്ത് എന്ന പുസ്തകമാണ് ഇന്ന് ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്തത്. ആ പുസ്തകത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. സ്വാഗതം. പുതിയൊരു പുസ്തകം ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യാണ്, അതും ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ നല്ല വെള്ളിച്ചത്തിലാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. എന്ത് തോന്നുന്നു? ശരിക്കും വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. എന്നെ പോലെ 10-22 കൊല്ലം ഏകദേശം ഒരു 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന പ്രവാസത്തിനിടയിൽ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക്, ഞാനിപ്പോൾ അത് ലോഞ്ചിങ്ങിന്റെ ഇടയിലും അത് തന്നെയാണ് പറഞ്ഞത്, എന്നെ പോലെ സാധാരണക്കാരനായ ഒരാൾക്കും എഴുതാൻ കഴിയും, അവനക്കും പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിയും എന്നുള്ള തെളിയിച്ചൊരു നിമിഷം കൂടിയാണ്. ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞത്, നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും എഴുതാൻ സ്റ്റഫുള്ള കഴിവുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ടാവും. പക്ഷെ വേദിയിലിരിക്കുന്ന ആളുകളെക്കാൾ കഴിവുള്ള ഒരു ഈ സദസ്സിനകത്തുണ്ടാവും. പക്ഷെ നമുക്ക് എവിടെയോ ഒരു മടിയാണ്. അവർക്കുള്ള ഒരു വലിയ പ്രചോദനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷാർജ ബുക്ക് ഫെയർ എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ വേദിയല്ല. ഇത്രയും വലിയ ഇന്റർനാഷണൽ ഒരു ബുക്ക് ഫെയറിന്റെ നടുക്കിൽ നമ്മളെപ്പോലെ ഒരാൾ വന്ന് നമ്മളെപ്പോലെയുള്ള ഒരാൾക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് അത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൊന്നാണ്. ഇത് ശരിക്കും വളരെ അഭിമാനം, വളരെ സന്തോഷം, നിറഞ്ഞ സംതൃപ്തി. പുസ്തകത്തെ കുറിച്ച് ചോദിച്ചാൽ തട്ടാരക്കുന്നിനപ്പുറത്താണ് പേര്. എന്താണ് പേരിൽ? തട്ടാരക്കുന്നിനപ്പുറത്ത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ട് മുന്നിൽ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നത് ഒരു അമ്പലമാണ്. ആ അമ്പലത്തിന്റെ ഒരു കുന്നാണ് ഈ തട്ടാരക്കുന്നിനപ്പുറത്ത്. അവിടെ നിന്നാണ് ഞാൻ എന്റെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഞാൻ നക്ഷത്രങ്ങളെ നോക്കി കിടന്നിരുന്നത്. ആ കുന്നിന്റെ മേലയിലാണ് എന്റെ ഫ്രണ്ട്സായിട്ടും എന്റെ സുഹൃത്തുക്കളായിട്ടും എന്റെ സ്വപ്നങ്ങളായിട്ടും ചിന്തകളുമായിട്ടൊക്കെ പലപ്പോഴും ഞങ്ങൾ സംവദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ കണ്ടു തുടങ്ങുന്ന കാഴ്ചകളുടെ ഒരു രൂപം, അതിൽ നമ്മുടെ നാട്ടിലെ മതേതര കാഴ്ചപ്പാടുകൾ, നമ്മുടെ നാട്ടിലെ കെട്ടുറുപ്പിന്റെ കൂട്ടായ്മകളുടെ ആ സുഗന്ധം, സന്തോഷം, അതൊക്കെ വെറും ഒരു വലിയ ഇമാജിനറി ആയിട്ടുള്ള ഒരു ലോകത്തല്ല എൻ്റെ എഴുത്ത് നിൽക്കും. ഞാൻ കണ്ട ആളുകളെ, ഞാൻ കണ്ട് മനസ്സിലാക്കിയ ആളുകളെ കുറിച്ചുള്ള എൻ്റെ ചെറിയ ചെറിയ ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകം. പറയുമ്പോൾ നാടിനൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ പ്രവാസ ലോകത്താണ്, സൗദിയിലും യുഎഇയിലും ഒക്കെ ആയിട്ടാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ എന്താ പറഞ്ഞ പോലെ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു പ്രവാസം ഉണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ തളച്ചിടുന്ന കുറെ ഒരു ബാല്യകാല ഓർമ്മകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ നാട്ടിലെ അമ്പലപ്പറമ്പ് വെട്ടിയിട്ടാണ് ഏറ്റവും വലിയ റോഡ് ഉണ്ടാക്കിയത്. ആ റോഡ് വെട്ടിയത് മുഴുവൻ മുസ്ലിംസ് ആയിരുന്നു. ഞാനിപ്പോ അവിടെ നിന്നിട്ട് അതിങ്ങനെ ആലോചിക്കായിരുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ഒരു മുസ്ലിം സമുദായത്തിന്റെ അകത്തു നിന്നുള്ള ആളുകൾ ഒരു അമ്പലപ്പറമ്പിന്റെ സ്ഥലം എടുത്ത് റോഡ് വെട്ടിയിട്ടുണ്ടെങ്കിലത്തെ കലാപങ്ങൾ നമുക്കൊന്ന് തീർത്താ തീരും. എത്ര വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിലുണ്ടാക്കും. അപ്പൊ കാലങ്ങൾ മാറുകയാണ്. അപ്പൊ ഇത്രയും വലിയ അവസ്ഥകളും പ്രയാസങ്ങളും നമ്മളെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാഴ്ചകളെ നമ്മള് തലമുറയിലേക്ക് പകരുക എന്നുള്ളത് നമ്മളൊരു ദൗത്യമല്ലേ. അത്രേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മളെ നല്ല സന്ദേശങ്ങൾ ആളുകൾക്ക് പറയാൻ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് ഈ പുസ്തകം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുസ്തകത്തിന്റെ ഒരു മൊത്തം ഇതിവൃത്തത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്, 26 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് പലപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട്, ഈ നാടുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ കണ്ട മനുഷ്യരെ കുറിച്ചുള്ള എല്ലാത്തിനും ആത്യന്തികമായിട്ട് അതിനകത്ത് ഒരു നന്മയുടെ ഒരു അംശം ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. ഓരോ കുറിപ്പിന്റെയും ഒരു എൻഡില് അല്ലെങ്കിൽ അകത്ത് ഞാൻ കാണുന്ന ഒരു സന്ദേശമുണ്ട്. ആ ഒരു സന്ദേശത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതവിടെ എടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കുറിപ്പുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അത് വെറുതെ എൻ്റെ ആളുകളെ ബോധ്യപ്പെടുത്താനോ എൻ്റെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനോ ഒന്നുമല്ല. എനിക്ക് കാണേണ്ട കാഴ്ചകൾ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. അത്രയേ ഉള്ളൂ എൻ്റെ പുസ്തകം. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു എഴുതാൻ താല്പര്യം അല്ലെങ്കിൽ സ്റ്റെപ്പുള്ള എല്ലാവരും എഴുതണം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രസാധകരെ കിട്ടുക, ഒരു പബ്ലിഷറെ കിട്ടുക എന്നത്. അതിനെങ്ങനെയാണ് മറികടക്കുന്നത്? അത് ഇപ്പൊ പ്രസാധകരെ കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇപ്പോഴും നമ്മൾ ഈ ഷാർജ ബുക്ക് ഫെയറിന്റെ ഓരോ ഇടവഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴും ഒരുപാട് പുസ്തകത്തിന്റെ ശാലകളുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളൊരു എഴുത്തുകാരനാണോ, നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള സ്റ്റഫ് ഉണ്ടോ, വാ ഞങ്ങളുടെ എഴുത്ത് വാ എന്ന് പറഞ്ഞ് കാണുന്ന ബോർഡുകൾ നമുക്കിവിടെ ഓരോ സ്റ്റാളിന്റെ മുന്നിലും പ്രധാനപ്പെട്ട ബുക്ക് പബ്ലിഷേഴ്സിന്റെ സ്റ്റാളുകളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവസരങ്ങൾ ഉണ്ടെന്ന്, ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു പുതിയ ആളായിരുന്നു. എന്റെ ആദ്യത്തെ പുസ്തകമാണത്. ഞാൻ എന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ലിബിയിലാണ്. ഞാൻ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ അവര് എൻ്റെ അടുത്ത് നിന്ന് എന്റെ കൃതികൾ അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. വളരെ സിമ്പിളായി അവരത് കണ്ടു, ഒരു ആവർത്തി വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മുഴുവനായിട്ട് അയച്ചോ. എന്നിട്ടും പോരാണ്ട് വന്നിട്ട് വീണ്ടും എന്നോട് എഴുതാൻ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അവര് ബാക്കിയുള്ളതും കൂടി കണ്ടെത്തുകയായിരുന്നു.
അവരെന്നെ നിർബന്ധിച്ച് അതിലേക്ക് പരിപൂർണമായി എത്തിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ പറയുമ്പോൾ അതായത് ആദ്യം ഐഡിയ കൊടുത്തു, പിന്നെയാണ് പുസ്തകം. അതെ, അപ്പൊ നമ്മൾ ഈ പുതിയ ആളുകളോട് ശരിക്കും പറയുന്നത് ഇതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ ഒരു സ്റ്റഫ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് മറ്റുള്ളവരെ എന്താ പറയാ ഒരു ആത്മവിശ്വാസക്കുറവോട് കൂടി നമ്മൾ എന്തിനാണ് അഭിമുഖീകരിക്കുന്നത്? നമുക്ക് വേണ്ടത് ഒരു ആത്മവിശ്വാസമാണ്. നമ്മുടെ എഴുത്തിന് കാമ്പുണ്ടെന്നും കനമുണ്ടെന്നും നമുക്ക് തോന്നി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരാളെ കാണിക്കണം, ഒരാൾക്ക് അയച്ചു കൊടുക്കണം, അവരോട് പറയാം എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു കൃതി ഉണ്ട്, അത് നിങ്ങൾക്കൊന്ന് പ്രസിദ്ധീകരിച്ച് കാണുന്ന എനിക്കാകും. ഏതൊരു എഴുത്തുകാരന്റെയും അല്ലെങ്കിൽ ഏതൊരു രചയിതാവിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണ്? സലാഹുദ്ദീനും ഒരു വരി എഴുതിയാൽ സലാഹുദ്ദീൻ ആഗ്രഹിക്കുക എങ്ങനെയാണ്? അതൊന്ന് പ്രസിദ്ധീകരിച്ച് കാണണമെന്നാണ്. അത് ആഗ്രഹിക്കാത്ത ഒരാളും ഈ ദുനിയാവിൽ ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് അതിന് പറ്റിയൊരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അവിടെ നമ്മളൊരു മടി കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അവിടെ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ സ്റ്റഫാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അത് ഏറ്റെടുക്കാൻ ഇന്ന് ലോകം കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒന്നല്ല, ഈ ലോകം കണ്ട വലിയ എഴുത്തുകാരിലൊക്കെ അതിനേക്കാൾ നന്നായിട്ട് ചിന്തിക്കുന്ന, അതിനേക്കാൾ വലിയ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ മടി നമ്മൾ മാറ്റി നിർത്തിയാൽ, നമ്മൾ നമ്മുടെ ആത്മവിശ്വാസത്തെ തിരിച്ചു പിടിച്ചാൽ, ആ ആത്മവിശ്വാസ കുറവ് എന്നുള്ളതിനെ മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും നമുക്കിവിടെ വഴിയുണ്ട്, നമുക്കിവിടെ മേഖലകളുണ്ട്. അതെ, അതിനൊരു വലിയ ഉദാഹരണമാണ് ഹാരി പോട്ടർ പുസ്തകം. അതെ, എത്രയോ ആളുകളെ പബ്ലിഷേഴ്സ് തള്ളിക്കളഞ്ഞ ഒരു പുസ്തകമാണ് പിന്നീട് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടാകും. നമ്മൾ നമ്മുടെ എഴുത്തിൽ വിശ്വസിക്കുക, ആ ഒരു കോൺഫിഡൻസ് നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ എഴുത്തിൽ കാര്യമുണ്ടെന്നും കനമുണ്ടെന്നും നമ്മളാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. നമുക്ക് വേണ്ടി വേറെ ആളത് വിശ്വസിക്കില്ല. ആദ്യം നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. താങ്കളുടെ ഇനി എഴുത്തിന്റെ മുന്നോട്ടുള്ള എന്താണ് അതിന്റെ ഒരു പ്ലാൻ? ഇനി അടുത്ത ഒരു പുസ്തകത്തെ കുറിച്ചിട്ട് ഇപ്പോഴേ ഉണ്ട് എന്റെ മൈൻഡിൽ ഒരു ഐഡിയ. അത് കുറച്ച് വൈഡ് ആയിട്ടൊരു പുസ്തകമാണ്. അതിന് ഒരുപാട് ആളുകളെ ഞാൻ സമീപിക്കേണ്ടതായിട്ട് വരും. കാരണം അത് കുറെ അധികം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമാജിനറി അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മനസ്സിൽ അവരനുഭവിച്ച ഒരു പർട്ടിക്കുലർ, ഞാൻ അതിൽ ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ആയതുകൊണ്ടാണ്, ഒരു പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ചുള്ള എല്ലാവരുടെ ജീവിതത്തിലുള്ള ഒരു കാര്യം. പക്ഷെ അതിന് എനിക്ക് കുറെ ആളുകളെ സമീപിക്കേണ്ടതായിട്ട് വരും. ഒരു കൊല്ലം സമയം എടുക്കുമെന്ന് അടുത്തൊരു ഷാർജ ബുക്ക് ഫെയറിനകത്തേക്ക് അതിനെ എത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ആ രൂപത്തിൽ കൊണ്ടുവരണം. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.